ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം എന്ന ഇന്നത്തെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളതിനാൽ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടിരിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരള സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. അപ്പോൾ ഒരുപാട് നിയമനങ്ങൾ നടന്ന ഒരു ദിവസമാണെന്ന്. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരള സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആര്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒരു സൂചന നൽകിയിരുന്നു. ഡോക്ടർ വിശ്വാസ് മേത്തയാണ് പുതിയ ചീഫ് സെക്രട്ടറി. ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വിശ്വാസ് മേത്തയാണ് കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. വളരെ പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. കേരള സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വിശ്വാസ് മേത്ത. ടോം ജോസ് ആണ് നിലവിലെ ചീഫ് സെക്രട്ടറി. 31-നാണ് കാലാവധി കഴിയുന്നത്. അതിനു പകരമായിട്ടാണ് ഡോക്ടർ വിശ്വാസ് മേത്ത ഇപ്പോൾ ചുമതലയേൽക്കാൻ പോകുന്നത്. 1986-ലെ IAS ബാച്ച്, കേരള കേഡറിലെ IAS ബാച്ചുകാരനാണ് ഡോക്ടർ വിശ്വാസ് മേത്ത എന്ന് പറയുന്നത്. അപ്പോൾ 1986-ലെ കേരള കേഡറിലെ IAS ബാച്ചുകാരനാണ്. അതുപോലെ തന്നെ വിശ്വാസ് മേത്ത IPS കൂടി നേടിയിട്ടുണ്ട്. 1985-ൽ IPS കൂടി കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ വിശ്വാസ് മേത്ത എന്ന് പറയുന്നത്. അദ്ദേഹം രാജസ്ഥാൻ സ്വദേശിയാണ്. രാജസ്ഥാൻകാരനാണ് ഡോക്ടർ വിശ്വാസ് മേത്ത എന്ന് പറയുന്നത്. ഇനി 1987-ൽ ഇദ്ദേഹം കൊല്ലം ജില്ലയുടെ അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയുടെ അസിസ്റ്റന്റ് കളക്ടറായിട്ട് 1987-ലാണ് ഇദ്ദേഹം ആരംഭിക്കുന്നത്. അപ്പോൾ എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആര്? ഡോക്ടർ വിശ്വാസ് മേത്ത. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കേരളത്തിന്റെ പുതിയ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ആര്? അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ വിശ്വാസ് മേത്ത. അദ്ദേഹം ഇപ്പോൾ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് ആ ഒരു ഒഴിവിലേക്ക് പോയി. അപ്പോൾ ആരാണ് ആഭ്യന്തര വകുപ്പിന്റെ പുതിയ അഡീഷണൽ ചീഫ് സെക്രട്ടറി? TK ജോസ്. അപ്പോൾ TK ജോസ് ആണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന്റെ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: തിരുവനന്തപുരം ജില്ലയിലെ പുതിയ കളക്ടർ ആര് എന്നുള്ളതാണ് ചോദ്യം. വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് പുതിയൊരു നിയമനം വന്നിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പുതിയ കളക്ടർ വന്നിരിക്കുന്നു. നവ്ജോത് ഖോസയാണ് പുതിയ കളക്ടർ. നവ്ജോത് ഖോസ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കളക്ടർ K ഗോപാലകൃഷ്ണനെ മലപ്പുറം ജില്ലയിലേക്ക് മാറ്റി നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് നിലവിലുണ്ടായിരുന്ന K ഗോപാലകൃഷ്ണൻ കളക്ടറെ എങ്ങോട്ട് മാറ്റി? മലപ്പുറം ജില്ലയിലേക്ക് മാറ്റി. മലപ്പുറം ജില്ലയിലുണ്ടായിരുന്ന ജാഫർ മാലിക് കളക്ടർ അവധിയിൽ പ്രവേശിച്ചപ്പോഴാണ് മലപ്പുറത്തേക്ക് K ഗോപാലകൃഷ്ണനെ മാറ്റിയത്. പകരം തിരുവനന്തപുരം ജില്ലയ്ക്ക് പുതിയ കളക്ടർ വന്നിരിക്കുന്നു, നവ്ജോത് ഖോസ. അപ്പോൾ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ MD ആയിരുന്നു നവ്ജോത് ഖോസ. അതുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ മറ്റൊരു നിയമനം കൂടിയുണ്ട്. കോട്ടയം ജില്ലയിൽ പുതിയ കളക്ടർ വന്നിരിക്കുന്നു, M അഞ്ജന. അപ്പോൾ കോട്ടയം ജില്ലയിലെ പുതിയ കളക്ടറാണ് M അഞ്ജന. അപ്പോൾ ആലപ്പുഴ ജില്ലയിലായിരുന്നു M അഞ്ജന. പക്ഷെ ആലപ്പുഴ ജില്ലയിൽ A അലക്സാണ്ടർ ആണ് നിയമനം നടത്തിയിരുന്നത്. A അലക്സാണ്ടർ ആണ് ആലപ്പുഴ ജില്ലയുടെ കളക്ടർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിക്കാം: ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരുന്ന M അഞ്ജനയെ കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ആക്കി മാറ്റി നിയമിച്ചിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ പുതിയ കളക്ടർ A അലക്സാണ്ടർ നിയമിതനായിരിക്കുന്നു. അതുപോലെ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്ന ജാഫർ മാലിക് അവധിയിൽ പോയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും K ഗോപാലകൃഷ്ണൻ മാറ്റി മലപ്പുറത്തേക്ക് ആക്കിയിരിക്കുന്നു. പകരം തിരുവനന്തപുരത്തേക്ക് നവ്ജോത് ഖോസ നിയമിതയായിരിക്കുന്നു. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: തിരുവനന്തപുരം ജില്ലയിലെ പുതിയ കളക്ടർ എന്ന് പറയുന്നത് നവ്ജോത് ഖോസ. മറ്റു പുതിയ കളക്ടർ ഏതൊക്കെയാണ്? മലപ്പുറത്ത് K ഗോപാലകൃഷ്ണൻ, കോട്ടയത്ത് M അഞ്ജന, അതുപോലെ ആലപ്പുഴയിൽ A അലക്സാണ്ടർ. 4 കളക്ടർമാരുടെ പുതിയ നിയമനങ്ങളാണ് വന്നിരിക്കുന്നത്, മാറ്റി നിയമിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്: കേരളത്തിൽ DGP റാങ്കിലെത്തുന്ന ആദ്യ വനിത. വളരെ പ്രധാനമായിട്ടുള്ള മറ്റൊരു ചോദ്യം. കേരളത്തിൽ DGP റാങ്കിലെത്തുന്ന ആദ്യ വനിതയാണ് R ശ്രീലേഖ IPS. R ശ്രീലേഖ IPS ആണ് കേരളത്തിൽ വനിതാ DGP ആവുന്ന ആദ്യത്തെ IPS കാരി എന്ന് പറയുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ DGP ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ DGP ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നിയമനം കൂടിയുണ്ട്. ശങ്കർ റെഡ്ഡിയെയും DGP ആക്കിയിരിക്കുന്നു. ശങ്കർ റെഡ്ഡിയെ റോഡ് സുരക്ഷാ കമ്മീഷണറുടെ വിഭാഗത്തിലേക്കാണ് DGP ആയിട്ട് അത് ചുമതല നൽകിയിരിക്കുന്നത്.
അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 4ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ DGP റാങ്കിൽ എത്തുന്ന ആദ്യ വനിതയാണ് ആർ ശ്രീലേഖ IPS. 5ാമത്തെ ചോദ്യം ഇതാണ്, കേരള ലീഗൽ സർവീസ് അതോറിറ്റി കെൽസ. അപ്പോൾ കെൽസ എന്ന് പറയുന്നത് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയാണ് കെൽസ എന്ന് പറയുന്നത്. ഈ കെൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ട് നിയമിതനായത് ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കുക, കെൽസയുടെ പുതിയ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആര് എന്നുള്ള എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ ശുപാർശ പ്രകാരമാണ് അദ്ദേഹത്തെ നിയമിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരാണ് ജസ്റ്റിസ് CT രവികുമാർ. അപ്പോൾ ജസ്റ്റിസ് CT രവികുമാർ ആണ് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കെൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് ഇപ്പോൾ നിയമിതനായിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, OBC പട്ടികയിൽ ഉൾപ്പെടുത്തിയ പുതിയ സംവരണ വിഭാഗം ഏത്? OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ പുതിയ സംവരണ വിഭാഗം ഏത് എന്നുള്ളതാണ് ഉത്തരം. പത്മശാലി വിഭാഗത്തെയാണ് ഇപ്പോൾ OBCയുമായിട്ട് അവരിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്, OBC വിഭാഗത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. OBC വിഭാഗത്തിൽ ശാലിയ, അതുപോലെ ചാലിയൻ വിഭാഗങ്ങളുമായിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 400 കുടുംബങ്ങളാണുള്ളത്, 3500 അംഗങ്ങളാണ് ഇതിലുള്ളത്. 400 കുടുംബങ്ങളിൽ 3500 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. നെയ്ത്ത് ജോലിയാണ് ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ നെയ്ത്ത് ജോലി കൊണ്ട് ഉപജീവനം നടത്തുന്ന പത്മശാലി വിഭാഗത്തെയാണ് ഇപ്പോൾ OBC വിഭാഗവുമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു OBC പട്ടികയിൽ. 7ാമത്തെ ചോദ്യം, വേൾഡ് ഹങ്കർ ഡേ എന്നാണ്. വേൾഡ് ഹങ്കർ ഡേ എന്ന് പറയുന്നത് മെയ് 28-നാണ്. അപ്പോൾ മെയ് 28-നാണ് വേൾഡ് ഹങ്കർ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ UN ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്, യുണൈറ്റഡ് നേഷൻ ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അതുപോലെ ഇതുമായിട്ട് ചേർത്ത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റിപ്പോർട്ടിൽ, അതായത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 102-ാമതാണ്. 102-ാം സ്ഥാനത്താണ് ഇന്ത്യ. 7ാമത്തെ ചോദ്യം ഇതായിരുന്നു, വേൾഡ് ഹങ്കർ ഡേ മെയ് 28. 8ാമത്തെ ചോദ്യം ഇതാണ്, ഏത് സംസ്ഥാനമാണ് പ്രത്യേകമായിട്ടുള്ള സൗജന്യ ബസ് സർവീസായ മോക്ഷ് കലാഷ് ആരംഭിച്ചത്? അപ്പോൾ ഏത് സംസ്ഥാനമാണ് മോക്ഷ് കലാഷ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി, അത് പ്രത്യേകമായിട്ടൊരു സ്പെഷ്യൽ ബസ് സർവീസ് ആണ്, ഫ്രീ സർവീസ് പാക്കേജ് ആണ്. ഇത് ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതാണ് 8ാമത്തെ ചോദ്യം. രാജസ്ഥാനാണ് ആൻസർ. അപ്പോൾ രാജസ്ഥാനിലാണ് ഈ COVID-19 പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള സൗജന്യ ഫ്രീ സർവീസുകൾ, ബസ് സർവീസുകൾ ആരംഭിച്ചത്. അതിന്റെ പദ്ധതിയുടെ പേര് മോക്ഷ് കലാഷ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. രാജസ്ഥാനെ പറ്റി പറയുമ്പോൾ ജയ്പൂർ ആണ് തലസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ കാൽരാജ് മിശ്രയാണ് ഗവർണർ, അശോക് ഗെഹ്ലോട്ട് ആണ് അവരുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ പുതിയ MDയും ചെയർമാനുമായിരുന്ന SN രാജേശ്വരിയാണ്. അപ്പോൾ SN രാജേശ്വരിയാണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ പുതിയ MDയും ചെയർമാൻ. നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ബാങ്ക്സ് ബോർഡ് ബ്യൂറോ, BBB ആണ്. അതായത് ബാങ്ക്സ് ബോർഡ് ബ്യൂറോയാണ് SN രാജേശ്വരിയെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി 10ാമത്തെ ചോദ്യം ഇതാണ്, ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി ജൂലൈയിൽ സ്ഥാനമേൽക്കുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ബ്രിക്സുമായി ബന്ധപ്പെട്ടുള്ള ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേൽക്കുന്നത് ജൂലൈയിലാണ് സ്ഥാനമേൽക്കുന്നത്. നിലവിലെ പ്രസിഡന്റ് ഇന്ത്യക്കാരനാണ് KV കമ്മത്താണ്, ഇന്ത്യൻ പ്രതിനിധിയാണ് അവിടുത്തെ പ്രസിഡന്റ് KV കമ്മത്ത്. ഇനി ജൂലൈയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിയുന്നു, കാലാവധി തീരുന്നു 5 വർഷത്തെ. അപ്പോൾ പുതിയ പ്രസിഡന്റായിട്ട് ബ്രസീലിൽ നിന്നുള്ള വ്യക്തിയാണ് വരുന്നത്, മാർക്കോസ് സ്റ്റോജോയാണ്. ബ്രസീലുകാരനായ മാർക്കോസ് സ്റ്റോജോയാണ് ഇനി അടുത്ത 5 വർഷം ബ്രിക്സിലെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ പുതിയ വൈസ് പ്രസിഡന്റ് ഇന്ത്യക്കാരനാണ് അനിൽ കിഷോറ, ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഷാങ്ഹായ് ആണ്, ചൈനയിലെ ഷാങ്ഹായ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബ്രിക്സുമായി ബന്ധപ്പെട്ടതാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ബാങ്കുകൾ ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തികവും ആയിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രിക്സ് ഉച്ചകോടി നടന്നിരിക്കുന്നത് 11ാമത് ഉച്ചകോടി നടന്നിരിക്കുന്നത് ബ്രസീലിൽ വെച്ചാണ് നടക്കുന്നത് 2019. ഇനി 12ാമത് നടക്കേണ്ടത് റഷ്യയിൽ വെച്ചാണ് ജൂലൈയിൽ. അപ്പോൾ ജൂലൈയിൽ 2020 12ാമത് ഉച്ചകോടി ബ്രിക്സ് സമ്മേളനമാണ് നടക്കുന്നത്, റഷ്യയിൽ വെച്ചാണ് നടക്കുന്നത്. 11ാമത് നടന്നത് ബ്രസീലിൽ വെച്ചാണ്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ഇന്ത്യൻ മിലിറ്ററിയുമായി സഹകരിച്ചുകൊണ്ട് ഉഗാണ്ടയിൽ നിലവിൽ വന്നിരിക്കുന്ന ഒരു പദ്ധതിയുടെ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. അത് ഏത് പദ്ധതിയാണെന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ഇന്ത്യൻ മിലിറ്ററിയുമായി സഹകരിച്ച് ഉഗാണ്ടയിൽ ആരംഭിച്ചിരിക്കുന്ന പദ്ധതി ഏതാണ്? അതിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റുകളായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്ക് ദിവസേന 1 GB എന്നുള്ള സമ്മാനവും ലഭിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.